ഇപ്പൊ ആധാറും കാര്യമൊക്കെ തപ്പണ രംഗാണ്. അപ്പൊ നിങ്ങളെ മരുവോള് ഇനി എവിടെ ഉണ്ടാവുക? വോട്ടില്ലാത്തവരൊക്കെ പോവുക. വോട്ടില്ലാത്തവരൊക്കെ മോദി കൊണ്ടുപോവുക. ഞാൻ ഉണ്ട് നിങ്ങളൊക്കെ അന്നവിടെ തുറങ്കല്ലോ ഇല്ലട്ടോ. കോപ്പിറൈറ്റ് അത് വരും എത്താതെ. അസ്സലാമലൈക്കും. നേരല്ല ഞമ്മള് മോട്ടന്റെ കജ്ജില് എന്തുകൊണ്ടാ പറഞ്ഞു കൊടുക്ക്. ചക്കക്കുരുണ്ട്, അണ്ടിപ്പരിപ്പാ, ചക്കക്കുരു, പിന്നെ ജിലേബിയും അലുവ, പിന്നെ തേങ്ങ. അനുപ്പ ജിമ്മിന് പോണോണ്ട് മുട്ടന്റെ വെള്ള അണ്ടിപ്പരിപ്പൊക്കെ മൈൻഡിലുണ്ടാവുള്ളൂ. ഒന്ന് മാറി ഇപ്പൊ മൂക്കുമ്പോ താക്കട വരൂ ചൂടോണ്ടേ. ഞാൻ അത് തന്നെയാണ്. എന്താടാ വേണ്ടിയേ? കാണാനല്ലോ ഇപ്പൊ സെലിബ്രിറ്റി ആയിട്ട്. ഞാൻ രാവിലെ വന്നിക്കണേ. താത്ത ഇന്നലെ വന്നീനി. ഇവിടെ ഒരാള് ഓള് ഇന്നലെ വന്നീനി. കണ്ണു മാറി. അന്നേറ്റ് കൊറേ ഇറങ്ങിയതായിനി അന്ന്. എങ്ങനെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞേക്കണ് അണ്ണാനൊക്കെ ഉണ്ട്. അതോ നമുക്ക് തേച്ചു വെച്ചേക്ക്. എവിടുന്ന ജിലേബി മോട്ടം കൊണ്ടുവന്ന ഇജ് കൊണ്ടുവന്നേ? കോഴിക്കോട് ഇപ്പൊ പൂരത്തിന്റെ ഇതെന്താ വന്നപ്പോ കൊണ്ടുവന്നേ? ചാത്തോണ്ട് ഉപ്പട കൗക്കാട്. രണ്ട് ചോളത്തൊക്കെ വാങ്ങി ഇത് കുടിച്ചിട്ടോന്ന് കൂട്ടാൻ വെച്ചതാ. എവിടുന്ന് ചക്കട്ടിയെ അമ്മായിന്നോ? ഞങ്ങൾ അന്ന് അപ്പൊ തന്നെ വെച്ചത്. റിമോട്ട് നീക്കിച്ച ആ റിമോട്ട് എടുത്തോണ്ടാ റിമോട്ടുണ്ട്. ചൂടൂരാടാ, ചൂടൂരാണ്. മുറ്റത്തെ റിമോട്ട് ഇവിടെ റിമോട്ട് ആടി. ചാന് ജിമ്മിന് പോയിട്ട് ഉഷാറായിക്കുന്നതാ വല്ലായി ല്ലേ? അത് ഉഷാറായിക്കുന്നു ജിമ്മിനായിട്ട്. ഇത് നിർത്തിയില്ലേ? ഓ ജിമ്മിനേക്കണ്. ജിമ്മിന് പോയിട്ടൊരു മാറ്റണ്ട്. ഒരു കുറ്റിയോർത്ത് തോന്നുന്നുണ്ട്. അന്ന തോന്നില്ല. അതാണ് എനിക്ക് തോന്നാത്ത. സത്യം ആണോ? ഇത് മെഷീനൊന്നും പൊന്തിച്ചാനായിട്ടില്ല. അപ്പൊ ചെയ്യണ്ടായിരുന്നു. അനക്ക് പൊന്തയിണ്ടാക്ക ഇല്ലാനോ? എന്തെടുക്കല്? ഡമ്പലോ? എന്താ ഡമ്പലല്ലേ? അതല്ലേ അനക്ക് എന്നിട്ടില്ല ഡമ്പല്? തരൂല. നമ്മളോട് പറയും ഒരാഴ്ച മേലുവേദന കഴിയണം എന്നിട്ട് തരുള്ളൂ. മേലുവേദന കഴിഞ്ഞിട്ട് തരുള്ളൂ. അല്ലാതെ തൊടിക്കൂലായി മാറി. അപ്പൊ അനൂന് എങ്ങനെ കൊടുത്തേ? കാരണം ഒരാഴ്ച ഉണ്ടല്ലോ എക്സസൈസ് ചെയ്താൽ തന്നെ ഉണ്ടല്ലോ മേലുവേദന ഒരു മൂലക്കാവും. അപ്പൊ ചെപ്പള് വർക്കൗട്ട് ചെയ്യല് രാത്രി ഒരു മണിക്കൂർ ഇത് പാലും നിന്നു മുട്ടി നിന്നു ഒന്നും നിന്നില്ലേ? ഡയറ്റാ നോക്കണ്ടേ? അപ്പൊ പ്രോട്ടീനും ചേച്ചണ്ടേ? അപ്പൊ അത് തിന്നണ്ടേ? നമുക്ക് ഇവിടെ പൈസ സാധനങ്ങൾ വാങ്ങി തിന്നണ്ടേ? കൊച്ചു ടി വി ഇരുന്ന് കാണാണ് ഇപ്പൊ എല്ലാരും. അതുകൊണ്ട് ലില്ലി അതാനുവിനാണല്ലേ കാർട്ടൂണ്. ഒരു മനസ്സിന് റിമോട്ട് തരൂല. ലില്ലി ലവാ ഈ ഒരു കാർട്ടൂൺ ഉണ്ടാവും. അത് ഞാൻ കൊണ്ടുവന്നല്ലോ. ആർക്ക് പാക്കോ? മീന്റെ സ്വിച്ച് കാണാനല്ല. റിമോട്ട് അടിയുടെ സ്വിച്ച്. ചെറിയാപ്പ് പോയേ. അവിടെ ഉമ്മല്ലടാ, അവിടെ പണിക്കാരും ഉണ്ട്. പെരന്റെ അപ്പുറത്ത്
അപ്പൊ ചെറിയപ്പോ രാത്രി ആയാലും വരുന്നെങ്കിൽ എപ്പോഴും ഇജ്ജ് വന്നേ? ഞാൻ രാവിലെ ഒന്നൊന്നര സിഫ്റ്റ് ഉണ്ടായിന്. പിന്നെ ഇന്നലെ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോയി. റംബുട്ടാൻ ഉണങ്ങി പോയി. വെയിലുണ്ടാവും നല്ലൊരു മരം. എടാ ഇവിടെ അങ്ങനെയാണ് എല്ലാരും മുറ്റം നോക്കാ. പക്ഷെ ബാക്കിലീനൊന്നും വരൾച്ചല്ലോ. റംബുട്ടാൻ മാത്രം വരണ്ടേക്കണ്. പിച്ചറിയില്ല. മറ്റേതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചേക്കല്ലേ എന്തേലും എവിടെ ഉണങ്ങിയിരിക്കണം. എന്താവും മാത്രം വാടിയതാണ്. എന്താ പറ്റിയത് അറിയില്ല. ഇതാക്കണ് ഇതിലൊക്കെ ഇല്ലേ റംബുട്ടാനും അതൊക്കെ ഉണ്ട്. അത് റംബുട്ടാനേനി പച്ചപ്പുണ്ട്. അപ്പൊ വെള്ളം എങ്ങനെ ഒഴിച്ചുണ്ടുമ്മ വൈകുന്നേരൊക്കെ. അതിനെന്തോ പറ്റിയതാടാ അതിന് മാത്രം. അവിടെ ബേക്കിലൊക്കെ ചെടി ഉണ്ട്. അവിടെ ഒന്നും കുഴപ്പമില്ലേ. എന്തിനാ തിരുമ്പാനു? അത് വാഷിംഗ് മെഷീനത്തെ. അത് കിണറ്റത്തെ. ആ കുടിച്ചാനോ? മുക്കി കൊണ്ടുവരും. ഇത് ചിലവര് കുടിച്ചും. ഉമ്മ ആദ്യത്തെ മുക്കി കൊണ്ടുവരും. ഒരാൾ ഇവിടെ ചെടിക്ക് വെള്ളം വരല്ലേ. എടാ പാലിലുണ്ടടാ. ആജ് പറഞ്ഞിട്ടുണ്ടാവുണ്ടോക്ക്. അത് മോന്റെ നാളെന്തോ ഒടിച്ചീനി. അങ്ങനെ അത് പോയതാണ്. മരം ഒരു കുഴപ്പമില്ലേനി. നന്മയുള്ള എടാ വെള്ളം പാലുണ്ടടാ. ഇനി മറ്റേ ഇന്നലെ മിഞ്ഞാന്നൊക്കെ മഴയല്ലേ. അങ്ങനെയാണെങ്കിൽ എത്രങ്ങാനും വെള്ളം ചെന്നിക്കണ്. ഒന്ന് ഓതി ഊതിക്കളാ. ഞങ്ങടാ ഇവിടെ ഇവിടെ ആദ്യം റോസൊക്കെ ഉണ്ടായിന്. അപ്പൊ ഒന്നും പിടിച്ചണില്ല. മണ്ണ് താവുകയാണ്. ആ ഉറക്കാണ്. എങ്ങനെ കളച്ചാലും മറ്റേ മാതിരിയാണ്. ഇവിടെ ഒക്കെ മണ്ണടിച്ച സ്ഥലങ്ങളല്ലേ. നല്ല വലുതായി ഉണ്ടാവാ. ആരറിഞ്ഞേ? അതും ഉണ്ടാവോക്കാ. അതുമ്മയുണ്ട്. എല്ലാ പെരയിലും ഉണ്ട് ചിക്കു. ചിക്കുണ്ടടാ അവിടെ. ഉമ്മ നോക്കാ. ഓയക്കാവുന്നേ ചിക്കു. ഇത് സീതാപ്പായൊക്കെ ഉണ്ടോ ഓരോ പെരയില്. ആ ഇത് അതിലുണ്ട്. ഉണ്ടാവുകയാണ്. ആ പൂക്കൽ തുടങ്ങി. പറിച്ചോളി തിന്നോളി. സിപ്ന തിന്നൽ തുടങ്ങിയിരിക്കണു. ഇപ്പൊ നിങ്ങള് ലുലുമാലത്തെ കായാണ് എന്നിട്ടേ. ലുലുമാലത്തെ കായാണ്. ആ അപ്പൊ നല്ല രസമുണ്ട് പറഞ്ഞോളൂ. ആ മൈൻഡില് തിന്നുമ്പളേ ഞാൻ തിന്നിച്ചൊരു ഇത് കിട്ടണില്ലേ. അവിടെ ഉണ്ടടാ. ആ സൈഡ് നല്ല ഉണ്ട്. ഇന്നലെ ഓള് അങ്ങനെ കുറച്ചെന്നേന്. ഏതോ രോഗികൾക്കാണോ ഈ കായ് കൊടുക്കുക? ഏ രോഗികൾക്ക്? ക്യാൻസർ. അത് ഓവറായി കഴിഞ്ഞാല് അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ആദ്യം മരിച്ച? അങ്ങനെയാണെങ്കിൽ ആരാ മരിച്ച? ഷാന ജീവനോടെ ഉണ്ടാവുന്നല്ല. അതന്നെ ഞാനോട് പറഞ്ഞത്. എന്തിനോട് ഓള് ജീവനോടുണ്ടല്ലോ. അതിലൊന്നും ഒന്നും സംഭവിച്ചൂല. പിതാന് നാളെ ഒരു കുപ്പിയുടെ അടിച്ചിട്ട് എന്താ പറഞ്ഞേ? മരുന്ന് അങ്ങനെ തന്നെയല്ലേ. ലിവർ അടിച്ചു. അതേമാതിരി കായ് ഷുഗർ വരും. എന്താ വരിക? കാർബണും ഉണ്ടാവും. ഓര് രണ്ടാളിപ്പോ ജിം മാസ്റ്റർ ആയതോട് ബാക്കിയുള്ളവർക്ക് തിന്നാൻ. പക്ഷേടാ ഞാന് തടിയില്ലല്ലോ. ഇച്ച് തടിയൊക്കെ വല്ലതും പറഞ്ഞേര്. വേറെ അവിടെ വ്യത്യസ്ത. ഇനി ആ പെയിന്റ് ആണ് എല്ലാവർക്കും. ഇപ്പൊ നമ്മള് പീപ്പിൾസ് വില്ലേജില് പെയിന്റ് അടിച്ചാൽ പറഞ്ഞിരിക്കണം. ആ മോഡല്
ആണോ അടിച്ചാണെങ്കിൽ ആ മോഡല് ആദ്യം അടിച്ചത് പൈസ എല്ലോർക്ക് അടിച്ച ഓലാണ് അടിച്ചത്. എന്താ നിങ്ങൾക്ക് വേറെ കളർ യൂണിക് കളർ ആക്കാൻ പറ്റൂല? ഉള്ളില് നമുക്ക് എന്തും കാട്ടാ, പുറത്ത് ഒരു ഡിസൈൻ എല്ലാം ഒരാ കളറ്. 5 കൊല്ലം കഴിഞ്ഞാലും ഇനി പറ്റുമോന്ന് അറിയില്ല. ഇപ്പൊ ഇത് കുറേ ആയി പാസ്സാക്കിയിട്ട് ആരും അടിച്ചിട്ടില്ല. നമ്മൾ ഈ പെയിന്റിന്റെ കളർ ആദ്യം ഒരു ക്രീമും ഒരു പെൻസിലും കളർ പച്ചേന്, ഇപ്പൊ ഞാൻ കളറ് അടിച്ചൊന്നും മാണ്ടടി. ഇത് അതിന്റെ കളർ പോയിട്ട് ആ കളർ ആയി വരുന്നുണ്ട്. അത് സത്യമായിട്ട് ആയി വരുന്നുണ്ട്. അപ്പൊ അതിലാവാ അത് നരച്ച് ആ കളർ ആവുന്നുണ്ട്. പക്ഷെ വേറെ കളറാണെങ്കിൽ സെറ്റ് ചെയ്യുന്നു. അതൊക്കെ ഓല നമ്മക്ക് മതിലില്ലല്ലോ, അതൊക്കെ ഇഷ്ടമല്ല അടിച്ചാ തോന്നുന്നുണ്ട്. ഓല് വെറൈറ്റി ആക്കിയതാ. മതിലോ ഷെഫീഖിനോട് പെണ്ണിട്ടാ മറിയത്. ലേയോ ഞാൻ ആദ്യമൊക്കെ അരിഷ്ടൊക്കെ കുടിച്ചിരുന്നു. അരിഷ്ടം കൊണ്ട് കാര്യണ്ടാവില്ല, ലേഹ്യം ഉമ്മക്കറിയല്ലോ. ലേഹ്യം അല്ലെങ്കിൽ ജിമ്മിന് വെക്കും ബോഡി വെച്ചോ. എന്താ ആരും അല്പം വെക്കണേ. ഞാൻ അത്ര കഴിച്ചില്ല. എന്താ മോട്ടെ ഞാന് ചെന്താ മാറ്റോ ഞാൻ കാട്ടിത്തരാം. ഹൈറ്റ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ. ഹൈറ്റ് ഡിഫറൻസ് ഷാന കുറച്ച് വലിപ്പുണ്ട്. ഇതാക്കണേ ഹൈറ്റ്. ഇമ്മമാന്റെ ഹൈറ്റ് തന്നെ ഉള്ളു. ഇന്റെ പോമ്പ ഉമ്മമാന്റെ പാരമ്പര്യം പിന്നിലൂടെ കടന്നു നോക്കണം. ഇതല്ലേ വ്യത്യാസം. ഹൈറ്റിലൊന്നും കാര്യല്ലടാ, സ്നേഹം വലിപ്പം കുറവൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കണ്. കുറച്ചേലൊക്കെ ഹീലിടല അപ്പൊ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ഹീലിക്കൊരു ലിമിറ്റ് ഉണ്ട്. നമ്മളെ കുടുംബത്തിൽ ആരും കുള്ളന്മാരില്ല. പിന്നെ ഇത് മാത്രമേ അല്ലമ്മ അങ്ങനെ അത് പിന്നെ അത് മമ്മ പിന്നെ ആദ്യം വലിപ്പുണ്ടായി, പിന്നെ ചെറുതായി വലിപ്പം. അതായത് ഹൈറ്റ് ഇല്ലാത്തവർക്ക് നാക്കിന് വലിപ്പം കൊടുക്കും അല്ലേ? അല്ല എന്നാലും അങ്ങനെയല്ലേ. ഞാൻ എന്താ പരിപാടി? നിങ്ങളെ വീഡിയോ കാണാൻ ആൾക്കാർക്ക് ഭയങ്കര മിസ്സിങ് ആട്ടോ. എന്താ നിങ്ങൾ വീഡിയോ ഇടാത്തെ? കാര്യങ്ങൾ വരാണ്ട്, കുറച്ച് കാര്യങ്ങൾ വരാണ്ട് പിന്നാലെ ഞങ്ങള് മണ്ടിപ്പാച്ചിലാണ്. അതിന്റെ റിസ്കിലല്ലേ നിങ്ങള്? പെരന്റെ കാര്യത്തിലാണ്. പെരന്റെ കാര്യത്തിൽ ഒരു തീരുമാനാവും. അപ്പൊ വേറെ ഏതോ ഒരു കുട്ടി മണ്ടി തന്നെ വായിക്കണ എടാ മുടി കെട്ടിയിട്ട് ഞാൻ അതിനെ അറിയുന്നല്ലോ. തടിച്ചിക്കണോ ഇപ്പൊ ആ ചോരക്കുരായിട്ട് പറ്റേനടാ. നല്ല ഇതൊക്കെ കൊടുത്ത് മുടി കെട്ടിട്ട് തോന്നാണെന്ന് അറിയില്ല. മോകല്ല കൈയും കാലം ഒരു ഉണ്ടായിക്കണേ. അതിന് മാറ്റൊന്നുമില്ല. അവ ചുണ്ടക്കുട്ടി ആദൂനെ ആദ്യം കണ്ട എന്താ അറിയാ? ആദൂനെ ആദ്യമൊക്കെ നഴ്സറി പോകുമ്പോ അനുവിനെ ഞാൻ വിളിച്ചിരുന്നു നഴ്സറി പോടെ വാങ്ങാ. അന്നൊക്കെ എനിക്ക് ഓർമ്മല്ല അനു ഉണ്ട കുട്ടിയായിരുന്നു. നഴ്സറിയിൽ അമൃതപ്പൊടി കൊടുക്കണ്ടാവല്ലേ? സിഫ്നാന്റെ കുട്ടിക്ക് 1 വയസ്സായ കിട്ടും. ഓളെ പ്രസവ പൊടി ഉണ്ട്, അതൊന്നോ പള്ളിയിൽ ഉണ്ടാവുമ്പോ കൊടുത്തോടിണ്ട്. മറ്റീലും സെയിം തന്നെയാണ്. അത് 3 വയസ്സ് വരെ തിന്നങ്ങനെ. 3 വയസ്സ് വരെ ഞാൻ തെണ്ടി നിന്നിട്ട് 1 വയസ്സ് വരെ കൊടുക്കുള്ളൂ. 1 വയസ്സ് 2 വയസ്സ് വരെ കൊടുക്കുള്ളൂ. കഴിഞ്ഞ് കിട്ടൂല. കുട്ടികളുണ്ടാവൂല. ഇനി പോവാ കളിച്ചാ പോവാ. അങ്ങനെ ഇപ്പൊ നമ്മള് കൊറത്താനും പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഉമ്മാക്ക് ഉച്ച വോട്ടില്ല. അപ്പൊ വോട്ടിന് വേണ്ടി ഒരു ചേട്ടന്മാരിങ്ങനെ വോട്ട് അറിയാൻ വന്നപ്പോ അനുവിനോട് വർത്താനം വന്നേനെ. അപ്പൊ ആ ചേട്ടനോട് പറഞ്ഞ ഞങ്ങൾക്ക് വോട്ടില്ല, ഞങ്ങൾ എന്താ കാട്ടേണ്ടി ചോദിച്ചപ്പോ ആധാറും കാര്യമൊക്കെ തപ്പണ രംഗാണ്. അപ്പൊ നിങ്ങളെ മരുവോള് ഇനി എവിടെ ഉണ്ടാവുക? വോട്ടില്ലാത്തവരൊക്കെ പോവുക. വോട്ടില്ലാത്തവരൊക്കെ മോദി കൊണ്ടുപോവുക. അങ്ങനെ വേറെ ആളെ പിടി വേറെ ഇച്ചില്ലേനി. അപ്പൊ ഓല് വന്നപ്പോ ഏതോ നമ്പർ കൊടുത്ത് ഞാൻ എന്റെ അടിച്ചു കൊടുത്ത് ഉമ്മാന്റെ അടിച്ചു കൊടുത്തു. കാരണം അന്നൊന്നും കറക്റ്റല്ല. പിന്നെ അയച്ചു തോന്നി ചെറിയാപ്പൂന്ന് ഇനി കൊടുത്തിക്കണം. അപ്പൊ ചെറിയാപ്പൂന്ന് കൊടുത്തപ്പോ
ചെറിയാപ്പൂവിന്റെ നമ്പറാണ് ഞാൻ കൊടുത്തത്. അപ്പൊ ഇന്റെ ശരിയായി. പിന്നെ ഉമ്മി ഞാനും പോയാണല്ലേ അമ്മ ISRൊക്കെ അത്രയും നേരം നിന്ന് ശരിയാക്കി. ഞങ്ങളടുത്ത് 100-200 ഉറുപ്പിക വാങ്ങിയോലേ. ഒന്ന് പോയോക്കണം. അല്ലേ പൈസയും വാങ്ങി ചെക്ക് ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞാണ് ഇത് ശരിയായത്. അല്ലെങ്കിൽ ഓല് പറയണ്ടേ ഞെട്ടുകൊളത്ത് പോയിട്ട് ശരിയാക്കിയതാണേ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ അവിടെ നിന്ന് ഇതും കൊണ്ട് പോയി ചുങ്കത്ര അക്ഷയം അവിടെ മിനിറ്റ് കൊണ്ട് ശരി നമുക്ക് കാർഡിന് കിട്ടും. ഇമ്മാക്ക് അതിന് എത്രയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വോട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഉമ്മാക്കില്ല. അതിന് മുന്നത്തെ പ്രാവശ്യം ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ ഉണ്ടായിട്ടേ അമ്മായിയെ ഞാൻ പള്ളിയിലുള്ള ടൈമിൽ 1-ാം മാസത്തിൽ ചെയ്തിട്ട് പ്ലെയിന് അന്നേ ഒന്ന് നോക്കി ഇക്കുറിയത്തിലുണ്ടാവുന്നതാണ് ശരിയാക്കിയാലേ. നിങ്ങൾ കുറിയിൽ എന്തായാലും അപ്പളല്ലേ ISR വന്നേ. ISRന് മണ്ടി പാഞ്ഞ് ശരിയാക്കി ഓലൊക്കെ ശരിയാക്കി. അല്ലെങ്കിൽ ശരിയായിട്ടില്ല എന്നല്ല ഓല് പറയണ്ടേ. കൊടുത്ത നമ്പർ അല്ലാതെ ഏതാ ഞൂലടിച്ചത് പാളിയാവ നമ്പറേ. അവിടെ വന്നപ്പോഴും പിന്നെ വോട്ടർ ലിസ്റ്റിൽ ഇല്ലേന്നാ പിന്നെ ഒരു ചോദിക്കുന്നു. എല്ലാവർക്കും ഇല്ലേ വോട്ട്? പാകിസ്ഥാനിക്ക് പോകും പൊട്ടിയെ പറിക്കാച്ചോ പോയി ജയിച്ചട്ടല്ലേ അമ്മ. ഇനിയും ഇമ്മ ഉണ്ടാവും മോദിന്റെ മറ്റേ എങ്ങനെ വർത്താനം പറയല് ഹിന്ദി ആറിന് വരുന്നേ 24 നാളെ ഒന്ന് പോയോക്കമ്മ. അല്ല ഓരോട് പോയി കാര്യം പറയണല്ലോ. എടേ അവിടെ പൈസ കൊടുത്തല്ലേ നിങ്ങളെ അവിടെ പോയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങള് നേരെ ചുങ്കത്ര പോയിക്കോടും. ഇനിയിപ്പോ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. വോട്ടിൽ വരൂലല്ലോ. വരൂലെങ്കിൽ അന്ന് തന്നെ നമ്മളോട് പറഞ്ഞു ഇന്നത്തെ വോട്ടിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോ വരുന്ന അങ്ങനെ എന്തോ പറഞ്ഞില്ലേ ഇനി നമ്മളോട് PAC കൊടുക്കാന്. എന്നിട്ട് അതിൽ കൊടുത്തോ ഇത് ശരിയായിക്കണെന്ന് ഞായിട്ട് വോട്ട് ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ PACക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ പോകേണ്ടി വരും. വെച്ച് കണ്ട നാളെ പോയോക്കാം. ഇത് കർശനാണ്. കൊണ്ടുപോയി കഴിഞ്ഞാ മറ്റേ പാണ്ടിലൂടെയൊക്കെ ഒന്ന് മുറ്റത്തിട്ടേ മറ്റേ കരച്ചിലൂടെ കാര്യം ഓണ് കുറച്ച് പേരിങ്ങനെ തെരഞ്ഞു വരൂ. ആഘോഷിച്ചാ പോലെ ഇമ്മ ടൂറ് പോവാണ് മോദിന്റെ ഒപ്പം. പറയാൻ പറ്റൂല അമ്മമ്മ. ലോകാവസാനത്തിന്റെ ഇമ്മ ഇന്ത്യത്തെ ആളല്ല. നിങ്ങളെ മരോളല്ല ഉപ്പാന്റെ പെണ്ണുങ്ങളും അല്ല. തെളിവില്ല. ഇച്ച് പേടിയാണ്. അല്ല ഞാൻ നിങ്ങളുടെ ഉണ്ട് വിചാരിച്ച്. ഇച്ച് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അവച്ച് പോയി ചെക്ക് ചെയ്ത് എന്താ നാളെ പോയോക്ക. വെറുതെ കളയണ്ട. PACക്ക് കൊടുത്തിടമ്മ. വോട്ടിന്റെ ആയതുകൊണ്ട് ഓല് പെട്ടെന്ന് ചെയ്തു തരും. ഒന്ന് കൊടുത്തല്ലേ അത്രയും മാസായിട്ട് ഈ നോമ്പ് തല പോലെ തട്ടിക്കൊട്ടുന്ന അപ്പൊ ശരിയായിക്കണ അമ്മായില്ലേ. നമ്മളാ മൈൻഡിലെല്ലാം എടുക്കുക. എന്നാലും നിങ്ങൾക്ക് ആർക്കേന്ന് വിളിച്ച് ചോദിച്ചാ മതിയേന്. മാനസിക്കോ മസ്തവാക്കാക്കോ ആർക്കേലും ആൻസിതാത്ത കുളിച്ചു, മാനൂസാക്ക കുളിച്ചു, എല്ലാവർക്കും വിളിച്ചിക്കണെന്ന്. അല്ല മേമ നാളെ പോയോക്ക. ഞാൻ ഉണ്ട് നിങ്ങളെ ഇന്ന് വലിയ കാര്യം അന്നവിടെ തുറങ്കല്ലോ ആർക്കറിയോ ഇല്ലട്ടോ. കോപ്പിറൈറ്റ് അത് വരും. അന്നൊക്കെ അവിടെ ഒരു ഗുഹയിൽ അടച്ചിടേക്കാരം കാറ്റും മറ്റേ ചുറ്റികൊക്കെ തന്ന് കല്ലൊക്കെ വെട്ടണ പണിയക്കാരോ. നിങ്ങൾ എന്താ വിചാരിച്ചേ മണാലിയൊക്കെ ഒന്നും തരൂല. അങ്ങനെ കണ്ട ജീവൻ കാണാൻ പറഞ്ഞാലും ഇപ്പൊ എന്ത് രേഖയായിട്ടൊക്കെ കാണാൻ വരുന്നേ. ഇങ്ങോട്ടോക്ക് ഇവിടെ നമുക്ക് കാണണമെന്നുണ്ടോ? ആരെ അസീനാണ്? ഏതോ സീനാ? ഞങ്ങൾക്ക് എന്തിമാററിയില്ലമ്മ. ഓളെ തിരിച്ചറിയാണ്ട് എന്തേലും നിങ്ങളെ കജിലുണ്ടോ? അപ്പഴത്തേനും ഓളെ ഓലൊക്കെ അങ്ങെത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരാളെ അല്ല അറിയും. നാളെ എന്തായാലും പോയോക്കണം കേട്ടോ. ചോറും കൂട്ടാനും വെച്ചോളി. അതിനെ പോയോക്ക് തമാശ ആക്കണ്ട. ബന്ന് കൊണ്ടുപോയ കേക്ക് അന്ന് ലോറി കുറ്റന്ന കേണ്ടി വരും. കച്ചവടം കഴിഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ ഇത്ര കറങ്ങില്ലാന്ന് പറഞ്ഞാല് പൗരത്തൊല്ലൊക്കെ ഒന്ന് ഓർമ്മല്ലേ?
പൗരത്വ ബില്ലേ എന്നാ എന്താണ് ഈ ചേച്ചിയൊക്കെ പോക പിന്നെ കൊറോണ ഒന്നും അങ്ങോട്ട് കയറ്റണില്ല അത്രയും കാലം കുട്ടികളെ ഇമ്മമ്മ ഒന്ന് കുന്നിറങ്ങി വര് ഇച്ചടി കുട്ടികളെ കാര്യമാണ് ഒറ്റ തോലോളി തീയാല് പിതാര്. പിന്നെ ഇപ്പൊ വേറെന്തോ ഒരു സാധനം ഉണ്ടല്ലോ കൊറോണക്ക് പോയതില് ഏത് എന്തോ ഒരു നിപ്പ കഴിഞ്ഞില്ലേ എന്തോ ഒരു പേരാണ് അതിനമ്മയെ കാലൊക്കെ കഴിഞ്ഞിക്കണ് കൊല്ലലാണ് ഇപ്പൊ മെയിന്. ഇപ്പൊ തള്ളക്ക് കുട്ടികളെ കൊല്ലാൻ മടിയില്ല, കുട്ടികൾക്ക് തള്ളനെ കൊല്ലാൻ മടിയില്ല, ആങ്ങളനെ അനിയനെ കൊല്ലാൻ മടിയില്ല. കഴിഞ്ഞിക്കണ് ഇനി പേരിനെ അങ്ങനെ ജീവിച്ചു. ഇപ്പൊ കൊല്ലാൻ വല്ല പണിയുണ്ടോ? ഫസൽ ടൈമിൽ ഇവിടെ നിന്ന് പോവാണ്. ഓ ഹെൽമെറ്റ് തെറ്റാത്ത ഇപ്പത്തെ തന്നെ കാണില്ല. നമുക്ക് പോണപ്പ ചെന്നിട്ട് പോണട്ടാ ഓല വീട്ടക്ക്. എന്തിനല്ലേ സ്കൂട്ടിയോ? എന്താ ആ ചെറിയ പുല്ലേത് ഞാൻ വിചാരിച്ചു മറ്റേ സ്കൂട്ടി കേടുന്നില്ല, അതേ ചോദിച്ചത്. ആര് ഒലിക്കാതെ ഏത് അത് ഓള് നാത്തൂന്റെയാണ്. പിന്നേതാ ഷെഫീഖിന്റെ ഒരു വണ്ടിയില്ലേ അതിന്റെ ഡിയോ അത് കേടന്ന കാർപോച്ചിലുണ്ട്. ഞങ്ങൾ പോയേ ആടാ ഓക്കെ ആ ഞമ്മക്ക് പോണോല്ലോ വീട്ടിക്ക് കുയിന്ത് കാട്ടിയാലോ? നമുക്ക് പോണട്ടാ. ഇവിടെ വമ്പോ കുയിന്തൊക്കെ ബാ കാട്ടുകൂടി ഒന്നും പോലെ നോക്കേ. കാഞ്ചന വന്നു കഴിഞ്ഞാ ഞാൻ ഓടുട്ടോ. കേക്കുണ്ടോ? ആ ചോലാങ്ങ കുഞ്ഞു മാങ്ങണ്ടേ? ബാ മാങ്ങന്റെ എണ്ണിക്കുട്ടി ഉണ്ട്. ബാ നോക്കിയാ ഓല് തിന്നിട്ടില്ലോ. എന്ത് രസമല്ല മാങ്ങിയ രസമുണ്ട്. വാ ഇപ്പൊ കണ്ടേ ചോലാങ്ങയാണ് കണ്ടിട്ട് ചോലാങ്ങ എന്ത് പോട്ടോ നാളെ കൊണ്ടുവന്ന മാങ്ങ ചോലാങ്ങയാണ്. മതി ഈ മാങ്ങയാണ്. എന്ത് മാങ്ങ നിന്നെ ബേക്ക് കടിച്ച് ഇങ്ങനെ തിന്നണം. ഭയങ്കര മധുര കരട്ടത്. ഇനി തിന്നട്ടെ.